നിയമസഭാ തെരഞ്ഞെടുപ്പോടെ പുതിയ സാഹചര്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ LDF ഭരണമാണ് നിലനിന്നത്. ഈ 10 വർഷക്കാലം കേരളത്തെ വലിയ തോതിൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ പ്ലാൻ ചെയ്തത്. അതിന്റെ ഭാഗമായി സർവതലസ്പർശിയായ വികസനവും സാമൂഹ്യനീതിരധിഷ്ഠിതമായ വികസനവും കൊണ്ടുവരാൻ നാം ശ്രമിച്ചു. വികസനമെന്നത് അതിന്റെ സ്പർശം എല്ലാ പ്രദേശങ്ങൾക്കും ഏൽക്കണം. വികസനത്തിന്റെ സ്വാദ് എല്ലാ കുടുംബങ്ങളും അനുഭവിക്കണം. ഇതായിരുന്നു സർവതലസ്പർശിയും സാമൂഹ്യ നിരധിഷ്ഠിതവുമായ വികസനം എന്നതുകൊണ്ട് നാം ഉദ്ദേശിച്ചത്. വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഈ കാര്യത്തിൽ നേടാനായി എന്ന അനുഭവമാണ് കേരളത്തിലുള്ളത്. നിസ്സാരമെന്ന് കരുതി അവഗണിക്കാവുന്ന പ്രശ്നങ്ങളിലായിരുന്നു ആദ്യം നാം ശ്രദ്ധ വെച്ചത്. അതില് നമ്മുടെ കേരളത്തിലെ മാലിന്യ പ്രശ്നം. അത് വികസന പ്രശ്നമാണോ? ആണ് എന്ന് തന്നെയായിരുന്നു LDFന്റെ ധാരണ. നമ്മുടെ നാടിന്റെ എല്ലാ ഭാഗങ്ങളും ശുചിയായിരിക്കണം. നല്ല മാറ്റം ഹരിത കേരള മിഷന്റെ പ്രവർത്തനത്തിലൂടെ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ടാകാം. പക്ഷേ സൃഷ്ടിച്ച മാറ്റം വലുതായിരുന്നു. നമ്മുടെ കിടപ്പാടമില്ലാത്ത സഹോദരങ്ങൾ 5 ലക്ഷം വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അവിടെ ആളുകൾ താമസിക്കുന്നു എന്നത് ചെറിയ നേട്ടമല്ല. ഇനിയും ആളുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. അവരുടെ ലിസ്റ്റ് തയ്യാറായി കിടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യരംഗം വല്ലാത്തൊരു ദുർഘട ഘട്ടത്തിലായിരുന്നു. അതിനെ ലോകം അംഗീകരിക്കുന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. അഭിമാനകരമായ നേട്ടം കേരളത്തിലെ ആരോഗ്യരംഗത്തിന് നേടാനായി. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം തകർന്നടിഞ്ഞു പോകുമായിരുന്ന പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ പൊതുവിദ്യാഭ്യാസ മേഖലയാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയും കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നീങ്ങേണ്ടതുണ്ടാകാം. ഉന്നത വിദ്യാഭ്യാസ മേഖല ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേഖലയാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ടാകാം. അതോടൊപ്പം നാട്ടിൽ വന്നു ചേർന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഭാഗമായി നാടിനുണ്ടായ അഭിവൃദ്ധി, ഇതെല്ലാം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിക്കുകയായിരുന്നു. നമ്മുടെ റോഡുകള്, പാലങ്ങള്, ഓവർബ്രിഡ്ജുകള്,
ഫ്ലൈ ഓവറുകൾ എല്ലാം കേരളത്തെ പുതിയൊരു മാനത്തിലേക്ക് ഉയർത്തുകയായിരുന്നു. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നാഷണൽ ഹൈവേ പൂർത്തിയാകാനിരിക്കുന്നു. മലയോര തീരദേശ ഹൈവേയുടെ പണികൾ നല്ല രീതിയിൽ നടക്കുന്നു. ഇവയെല്ലാം അതിവേഗം പൂർത്തിയാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നതല്ല കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അഭൂതപൂർവമായ നേട്ടങ്ങളും പുതിയ പദ്ധതികളുമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ചിലതെല്ലാം യാഥാർത്ഥ്യമായി, ചിലതെല്ലാം അതിൻ്റെ വഴിക്കാണ്. ആ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യമാണ് വ്യക്തമാക്കാനുള്ളത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 10 വർഷം ഭരിക്കുന്നവര് അവരൊന്ന് മാറട്ടെ. ഒരു മാറ്റം ജനാധിപത്യത്തിന് നല്ലതാണ് എന്ന ചിന്ത, അതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാനമായും ഇടയാക്കിയത്. ആ ജനവിധി പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഞങ്ങളിലൂടെ മാത്രമേ കേരളത്തിന്റെ വികസനം നടപ്പാക്കാൻ പാടുള്ളൂ എന്ന നിർബന്ധം ഞങ്ങൾക്കില്ല. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, തുടങ്ങാൻ കഴിയുന്ന കാര്യങ്ങൾ തുടങ്ങാനും പൂർത്തിയാക്കാനുമാണ് ഞങ്ങൾ ശ്രമിച്ചത്. പൊതുവെ അത് നല്ല അഭിപ്രായവുമാണ് കേരളത്തെ സൃഷ്ടിച്ചത്. ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തന്നെ തുറന്നു കൊണ്ടുപോയാലേ ഭംഗിയാകൂ എന്ന നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കില്ല. ആ പ്രവർത്തനങ്ങൾ നടക്കണമെന്നാണ് പ്രധാനം. ഇപ്പോ പുതുതായി അധികാരമേറ്റ UDF ഗവൺമെന്റ് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും പൂർത്തിയാക്കാനും കേരളത്തിന്റെ വികസനത്തെ മുന്നോട്ട് നയിക്കാനും തയ്യാറുണ്ടോ എന്നതാണ് പ്രശ്നം. അങ്ങനെ തയ്യാറായി മുന്നോട്ട് വന്നാൽ ആ നടപടികൾക്കെല്ലാം കൃത്യമായ പിന്തുണ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് LDF-ന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന നിലയാണ് ഞങ്ങൾ സ്വീകരിക്കുക. എന്നാൽ അതേസമയം ഇവയെല്ലാം അട്ടിമറിക്കാനോ ഇതിൽ നിന്നെല്ലാം പുറകോട്ടു പോകാനോ കേരളത്തിന്റെ താല്പര്യത്തിനും ജനക്ഷേമത്തിനും വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായാൽ അതിനെ അതിശക്തമായി എതിർക്കുന്ന പ്രതിപക്ഷമായി കേരളത്തിലെ പ്രതിപക്ഷം മാറുകയും ചെയ്യും. ഒരു കാര്യം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ആ പരാജയം എല്ലാറ്റിൻ്റെയും അവസാനമാണ് എന്ന് കണ്ട് ഞങ്ങൾ എതിർക്കുന്നവർ വല്ലാതെ സന്തോഷിക്കേണ്ടതില്ല. ഇത്തരത്തിലുള്ള വിവിധ ഘട്ടങ്ങൾ പാർട്ടി എന്ന നിലക്ക് CPIM-നും മുന്നണി എന്ന നിലക്ക് LDF-നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടുതൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച് നഷ്ടപ്പെട്ട ജനവിശ്വാസം വീണ്ടെടുത്ത് കനത്ത രീതിയിൽ
തിരിച്ചു വരാൻ LDF-ന് കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ആ കാര്യത്തിൽ സഖാവ് നായനാരെ പോലുള്ള ഉജ്ജ്വലനായ വിപ്ലവകാരിയുടെ സ്മരണ നമുക്കേവർക്കും ഉത്തേജനം നൽകുന്ന കാര്യമാണ്. തുറന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ കാര്യം തെളിയിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നായനാരുടെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്